സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമൻ നാരായണീയത്തിൽ അഞ്ചാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതാവീക്ഷാം സുരക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധൂൻ തസ്യാ സഹായക്രിയം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ ആ യോഗനിദ്രയിൽ കിടക്കുന്ന അവസരത്തിൽ മായയുടെ അവസ്ഥ പറഞ്ഞു. മായ അചേതനമായിട്ട് യാതൊരു ചേഷ്ടയും കൂടാണ്ട് വർത്തിക്കണു. ഈ പ്രപഞ്ച വസ്തുക്കളില്ല, പ്രപഞ്ചം തന്നെ ഇല്ല, ദിനരാത്രങ്ങളില്ല, സുഖദുഃഖങ്ങളില്ല, അങ്ങനെ അവസ്ഥാഭേദങ്ങളൊന്നും ഇല്ല. പ്രപഞ്ചം തന്നെ ഇല്ല, പ്രപഞ്ച വസ്തുക്കൾ തന്നെ ഇല്ല. എല്ലാ പ്രപഞ്ച വസ്തുക്കളും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചായ എല്ലാ പ്രപഞ്ച വസ്തുക്കളും യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാനിൽ ലയിച്ച് അങ്ങനെ കിടക്കണു എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വർണ്ണിച്ചു. അങ്ങനെ ഈ പ്രാകൃത പ്രളയാവസ്ഥയിൽ 2 പരാർത്ഥം കാലം കഴിഞ്ഞുപോയി എന്നാണ് പറയണത്. അപ്പം അതിനുശേഷം ഭഗവാൻ ഈക്ഷണം എന്ന ആ ഒരു ലീല സങ്കല്പത്തിൽ കൂടി മായയെ ഉണർത്തുന്നു. ആ മായ ത്രിഭുവനമായിട്ട് പരിണമിക്കുന്നതിന് ക്ഷോഭം കൊള്ളണം. ഈ മായയിൽ നിന്ന് സംജാതമായ കാലശക്തി അദൃഷ്ടം, സ്വഭാവം എന്നിവ സത്വരജസ്തമ ഗുണങ്ങളെ ചലിപ്പിച്ച് സൃഷ്ടിക്ക് സഹായകമായി തീരണം എന്നിവിടെ ഇങ്ങനെ സൂചിപ്പിക്കണം. അപ്പോൾ ഭഗവാന്റെ യോഗനിദ്രയിലായിട്ട് 2 പരാർത്ഥങ്ങളെ കഴിഞ്ഞു. ഒരു ബ്രഹ്മായുസ് 100 ബ്രഹ്മവർഷം എന്നാണ് കാലഗണനയെ പറയണത്. അപ്പോൾ ഏതായാലും ഇവിടെ ഈ 2 പരാർത്ഥങ്ങൾക്ക് ശേഷം 2 പദാർത്ഥങ്ങൾ കഴിഞ്ഞു പോയ ആ കാലത്ത്, ആ സമയത്ത് ഭഗവാൻ തന്നെ ഈക്ഷണം എന്ന ലീലയിൽ കൂടി മായയെ ഉണർത്തണം. അപ്പോൾ ഭഗവാന്റെ സങ്കല്പം ഇല്ലാണ്ട് യാതൊന്നും നടക്കണില്ല, സൃഷ്ടി പോലും നടക്കണം. എല്ലാം ബ്രഹ്മാവാണ് സൃഷ്ടിക്കണതെന്നൊക്കെ ആണ് പൊതുവേ പറയുക. അത് ഭാഗവത്തിൽ കാണാം. ആ 2ാം സ്കന്ധത്തിൽ ബ്രഹ്മ നാരദ സംവാദത്തിൽ ശ്രീനാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുന്നുണ്ട്. ബ്രഹ്മാവ് ധ്യാന നിരതനായിട്ടിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്. നാരദ മഹർഷിയുടെ പിതാവാണല്ലോ, ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ. അങ്ങ് ഇങ്ങനെ ഈ ധ്യാന നിരതനായിട്ടിരിക്കണ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സംശയം അങ്ങനെ ഉളവാകണം. എന്താണെന്ന് വെച്ചാൽ സാധാരണ സാമാന്യ ജനങ്ങളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ച വസ്തുക്കാണെന്ന പ്രപഞ്ച വസ്തുക്കളെല്ലാം സൃഷ്ടിക്കുന്നത്, സൃഷ്ടികർത്താവ് അങ്ങാണ്. പക്ഷെ ഇപ്പോൾ അങ്ങ് ആരെയോ ധ്യാനിച്ചുകൊണ്ടിരിക്കണ കാണുമ്പോൾ അങ്ങേ മുകളിൽ ആരോ ഉണ്ട് എന്നിങ്ങനെ തോന്നണു. എൻ്റെ സംശയം ശരിയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആരാണ് എന്നൊക്കെ ബ്രഹ്മാവിനോട് ശ്രീനാരദ മഹർഷി ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയേണ്ടത്, നാരദ സംശയം ശരിയാണ്. സാമാന്യ ജനങ്ങളിൽ ആരാണ് സൃഷ്ടികർത്താവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപാസിക്കണമെന്ന്, എന്നെ ആരാധിക്കണമെന്ന്, എന്നെ സേവിക്കണമെന്ന്. പക്ഷേ ഇതൊന്നും ഞാനല്ല, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് ചെയ്യണമെന്നല്ല ഈ സൃഷ്ടി ലീലകളൊന്നും. സാക്ഷാൽ സർവേശ്വരൻ പരമാത്മസ്വരൂപിയായ ഈശ്വരനാണ് ഈ സൃഷ്ടി കർമ്മങ്ങളൊക്കെ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇല്ലാണ്ട്, ഇച്ഛ ഇല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കണില്ല. അപ്പോൾ ഞാൻ സൃഷ്ടികർമ്മങ്ങളൊക്കെ നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈശ്വരൻ്റെ, പരമാത്മസ്വരൂപിയായ ഈശ്വരൻ്റെ ഒരു ചട്ടുകം മാത്രമാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് ഇവിടെ ഒരു പുൽക്കൊടി പോലും അനങ്ങൂ എന്നൊക്കെ ഇങ്ങനെ ബ്രഹ്മാവ് ആ ബ്രഹ്മനാരദ സംവാദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ യോഗനിദ്രയിൽ കിടന്നുകൊണ്ട് 2 പരാർത്ഥം കഴിഞ്ഞു. ഭഗവാൻ വീക്ഷണം എന്ന ലീലയിൽ കൂടി മായയെ ഉണർത്തി
മായ സ്വയം ക്ഷോഭിക്കണം സൃഷ്ടികർമ്മത്തിനായിട്ട്. അങ്ങനെ ആ സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയണം. ഇനി മഹത്വത്വം, അഹങ്കാരതത്വം തുടങ്ങിയിട്ടുള്ള ആ അവസ്ഥാഭേദങ്ങളെ, സൃഷ്ടിഭേദങ്ങളെക്കുറിച്ചൊക്കെ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നു. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബിതോ വിവിശിവാൻ ജീവോപി നൈവാപരാ കാലാദി പ്രതിബിംബിതാധയ ഭവതാ സഞ്ജോതിതാജസ്സൻ മായാസാ ഖലു ബുദ്ധിതത്വനിർജിത യസ്യോ മഹാനുച്യതേ. ഇവിടെ ഈ ശ്ലോകത്തിൽ ഈ ഓരോരോ സൃഷ്ടിഭേദങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് വർണ്ണിക്കുന്നത്. മായയിൽ സന്നിധാനം ചെയ്തുകൊണ്ട് അതിൽ ആ മായയിൽ പ്രവേശിക്കാതെ തന്നെ സാക്ഷി മാത്രനായിട്ട് അല്ലേ ഗുരുവായൂരപ്പ അവിടുന്ന് വർത്തിക്കണു. അല്ലെങ്കിൽ അഥവാ ഈ മായയിൽ ഒരു പ്രതിബിംബ രൂപേണ അനുപ്രവേശിക്കുന്ന അങ്ങ് അല്ലേ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും ജീവാത്മാവും എല്ലാം അങ്ങ് തന്നെ, അന്യനല്ല എന്നിവിടെ ഇങ്ങനെ ഗുരുവായൂരപ്പനോടായിട്ട് മേൽപ്പത്തൂർ പറയുകയാണ് ചെയ്യുന്നത്. കാലാദികളാൽ ഉണർത്തപ്പെട്ട ആ മായ അവിടുത്തെ പ്രേരണ മൂലം സ്വയം ബുദ്ധിതത്വം സൃഷ്ടിച്ചു. അതിനുശേഷം ഇതിനെ മഹത്തത്വം എന്നും പറയണം. അപ്പോൾ ഭഗവാൻ നേരത്തെ ബ്രഹ്മനാരദ സംവാദത്തിൽ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞ പോലെ ഭഗവാനാണ് എല്ലാ സൃഷ്ടിലീലകളും ചെയ്യണത്, ബ്രഹ്മാവാണ് എന്ന് സാമാന്യ ജനങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നേ ഉള്ളൂ. ബ്രഹ്മാവ് തന്നെ പറഞ്ഞു തൻ്റെ പുത്രനായ നാരദ മഹർഷിയോട്. എന്നാൽ ഭഗവാനോ, ഭഗവാൻ താൻ സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചവസ്തുക്കളിൽ അലിഞ്ഞു ചേരും. അതാണ് വിരാട് പുരുഷനായിട്ട് ഭഗവാൻ വർത്തിക്കുമ്പോൾ ആ വിരാട് പുരുഷനിൽ ഭഗവാന്റെ ചൈതന്യം അലിഞ്ഞു ചേരുമ്പോഴാണ് ഈ വിരാട് പുരുഷന് ചലിക്കാനുള്ള ശക്തി ഉണ്ടാവുന്നത്. അതേപോലെ ഒരു ജഡവസ്തുവിനെ പോലെയുള്ളൂ. അപ്പോൾ ഭഗവാൻ താൻ തന്നെ സൃഷ്ടിച്ചതായ തൻ്റെ തന്നെ അംശമായ ആ വിരാട് പുരുഷനിൽ പ്രവേശിച്ച് ആ വിരാട് പുരുഷന് ചലിക്കാനുള്ള ശക്തി നൽകുന്നു. എന്നാൽ ഭഗവാൻ ഈ പ്രപഞ്ചവസ്തുക്കളിൽ എല്ലാ പ്രപഞ്ചവസ്തുക്കളിലും അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ചൈതന്യം ഭഗവാനാണെങ്കിലും ഭഗവാൻ ഇവിടെയൊക്കെ ഒരു സാക്ഷി മാത്രനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, സാക്ഷി മാത്രനായിട്ട് വർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ശ്ലോകം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഇതാ അടുത്ത ശ്ലോകങ്ങളിലും ഈ ഭഗവാന്റെ വിരാട് പുരുഷൻ ആയിട്ട് ആവിർഭവിക്കുന്ന ഭാഗങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ ആ മഹത്വത്വം, അഹങ്കാരതത്വം തുടങ്ങിയിട്ടുള്ള മായയുടെ സൃഷ്ടിഭേദങ്ങൾ, വിവിധ ഭാവങ്ങൾ, അതേപോലത്തെ അനുഷ്ഠാന ദേവതകൾ ഒക്കെയാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിലും വർണ്ണിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നാളെ വർണ്ണിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.